ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കുറേ ദിവസത്തിന് ശേഷമാണ് ഇന്നൊരു വീഡിയോ ആയിട്ട് ലോങ് വീഡിയോ ആയിട്ട് വന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഷോർട്ടൊക്കെ ഇടലുണ്ട് കേട്ടോ. അപ്പോൾ ലോങ് വീഡിയോ കുറേ ദിവസത്തിന് ശേഷമാണ് എടുക്കുന്നത്. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-15 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും ലോങ് വീഡിയോ ഇട്ടിട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളെ ആനിവേഴ്സറിയാണ്. എൻ്റെ ഷെമിൻ്റെ 4 കൊല്ലമായിട്ടോ. 4 കൊല്ലം പോയൊരു പോക്ക് ഇന്നലെ നടന്ന പോലെ തോന്നുന്ന കല്യാണം കേട്ടോ. പക്ഷേ 4 കൊല്ലമായി. അപ്പോൾ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ആനിവേഴ്സറിയാണ് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. അപ്പോൾ കേക്ക് കട്ടിങ്ങോ ഗിഫ്റ്റ് കൊടുക്കലോ ഒന്നുമില്ല. കഴിഞ്ഞ വർഷം ഉണ്ടായിന് കേട്ടോ. കഴിഞ്ഞ വർഷം കേക്ക് കട്ടിങ് ഒന്നുമില്ല കേട്ടോ. പിന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഫസ്റ്റത്തെ ആനിവേഴ്സറിക്ക് കേക്ക് കട്ട് ചെയ്തിന് കേട്ടോ. പിന്നെ ആനിവേഴ്സറിക്കൊന്നും കേക്ക് മുറി അങ്ങനെ ഒന്നും സംഭവമൊന്നുമില്ല. അപ്പോൾ ഒന്നുമില്ല, ഞാൻ ഇൻഡോഡിയാണല്ലോ. അപ്പോൾ ഷെമി ലോറിമേലും പോയതാട്ടോ. അപ്പോൾ ഷെമി വന്നിട്ടും ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്നാണ് ഞങ്ങളെ ആനിവേഴ്സറി, നവംബർ 11 കേട്ടോ. ഇനി വീഡിയോ ഒന്നാണ് ഇടേണ്ടതെന്ന് അറിയില്ല. നവംബർ 11 അപ്പോൾ രാത്രിയായിട്ടോ അപ്പോൾ വീഡിയോ എടുക്കണത്. അപ്പോൾ രാവിലെ ഒന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല, സാധാരണത്തെ ദിവസം പോലെ തന്നെ കേട്ടൊന്നും. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചെന്നാൽ ഒരു കേക്കൊക്കെ ഉണ്ടാക്കിയാലോ എന്ന് കരുതിയിട്ട് അപ്പോൾ ഒന്ന് കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ വിചാരിച്ചു കേക്ക് ഉണ്ടാക്കാന്ന്. കുറേ ആദ്യമൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേക്ക് ഉണ്ടാക്കലുണ്ടായി. ഇനി കല്യാണത്തിൻ്റെ മുന്നേ കേട്ടോ. പിന്നെ ഞാൻ കേക്കൊന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഐസമോൾ ഇവിടെ ഉണ്ട് കേട്ടോ. അത് പറയണേ. അപ്പോൾ അതിന് മുന്നേ അങ്ങനെ ഉണ്ടാക്കലുണ്ടായി. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കേക്കോ കാര്യമോ അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഒരു പ്രാവശ്യമായിട്ടേ ഉണ്ടാക്കിയിട്ടുള്ളൂ, പിന്നെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ വിചാരിച്ചെന്നാൽ ആനിവേഴ്സറി ആണല്ലോ, പ്രത്യേകിച്ച് ഒന്നും ഇല്ലയാണോ. അപ്പോൾ ഞാൻ തന്നെ കേക്ക് ഉണ്ടാക്കി ഞാൻ തന്നെ മുറിച്ച് ഞാനിനങ്ങോട്ട് തിന്നാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ രാവിലെ മുതലേ കേക്ക് ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ട്. പിന്നെ എന്തോ ഒരു മടിയൊക്കെ ഇങ്ങനെ കേട്ടോ. ഇനിയിപ്പോൾ ഉണ്ടാക്കി നന്നാവോ, കുറേ ആയും ചെയ്തില്ല, ഉണ്ടാക്കിയിട്ട് നന്നാവോ എന്നൊന്നും അറിയില്ലല്ലോ. ഏതായാലും ഒന്ന് ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും വേണ്ടിയില്ല ഉണ്ടാക്കണേ. നന്നായാലും നന്നായില്ലേലും ഞാൻ തന്നെയല്ലേ മുറിച്ചത് എന്നല്ല വിചാരിച്ച്. അപ്പോൾ വാപ്പനോട് എൻ്റെ വാപ്പ വന്നു കേട്ടോ. വാപ്പ വന്നിന് പറഞ്ഞാണ്ട് പിന്നെ വീഡിയോ ഒന്നും വാപ്പ വന്നതിന് ശേഷം വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ വാപ്പ വന്നും ചെയ്തതിന് വാപ്പ നാളെ പോവുകയും ചെയ്യും. അപ്പോൾ എന്നാൽ കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ച് ഞാൻ. എന്നാൽ വാപ്പാക്കും തിന്നാലോ. വാപ്പ പോയിട്ടുണ്ടാക്കുമ്പോൾ തന്നെ വാപ്പാക്ക് തിന്നാനും കഴിയൂല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നമ്മളെ ഡ്രീം കേക്കില്ലേ, ഇപ്പം അത് അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിന്ന് ഒക്കെ ഇതായി ഉണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ച് കൂട്ടത്തിൽ അതും കൂടി ഒന്നും ഉണ്ടാക്കാന്ന് കരുതി. എൻ്റെ അമ്മച്ചി അത് തിന്നിട്ടൊന്നുമില്ല കേട്ടോ. അത് ഇറങ്ങിയ ഉടനെ ട്രെൻഡായ സമയത്ത് ഞാൻ വായക്കാട് അവിടെ ഉണ്ടാക്കിനി അങ്ങനെ തിന്നണം കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. വാങ്ങിയിട്ടുമില്ല. അപ്പോൾ ഉമ്മച്ചി തിന്നിട്ടുമില്ല. അപ്പോൾ എന്നാലും അവൻ കൂടി ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പോൾ 2 സാധനം നീ ഉണ്ടാക്കാൻ പോവുകയാണ്. എന്താവും എങ്ങനെയാവും എന്നൊന്നും അറിയില്ല കേട്ടോ. ഏതായാലും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആണല്ലോ സിമ്പിൾ. അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചത്. അപ്പോൾ സാധനമൊക്കെ വാപ്പനോട് കൊണ്ടുപോയിപ്പിച്ച് സെറ്റാക്കി വെച്ചു കേട്ടോ. അപ്പം ഞാൻ കേക്ക് ഉണ്ടാക്കണതും ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഷെമി നാളെ വരുമോ എന്താ ഏതാണെന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ സ്വന്തം ആഘോഷിക്കാൻ പോവാണ് എൻ്റെ ആനിവേഴ്സറി. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കണ ഇതൊക്കെ ഞാൻ ഫുള്ളായിട്ട് അങ്ങനെ എടുക്കണമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം രാത്രി ആയതുകൊണ്ട് നമുക്ക് വെളിച്ചം ഉണ്ടല്ലേ, വെളിച്ചം നല്ല കുറവുണ്ട് കേട്ടോ. അപ്പുറത്തേക്ക് വെളിച്ചമുണ്ട്, പക്ഷെ ഇങ്ങോട്ട് വെളിച്ചം അത്ര ഇല്ല. അപ്പോൾ തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിന് കേട്ടോ. മൈദ, പിന്നെ നമ്മളെ ബേക്കിംഗ് പൗഡർ, കൊക്കോ പൗഡർ, അതേപോലെ ബേക്കിംഗ് സോഡ, വാനില എസൻസ് ഒക്കെ ഒന്ന് കൊണ്ടുവന്നതാട്ടോ, കൊണ്ടുവരിപ്പിച്ചതാണ്. ആദ്യം ഇതൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിനി, പക്ഷേ ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവരിപ്പിച്ചതാട്ടോ. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് തരിച്ചെടുക്കണം, മിക്സ് ആക്കണമല്ലോ നല്ലോണം. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാട്ടോ. പിന്നെ ഞാൻ തന്നെ വീഡിയോ എടുത്ത് ഞാൻ തന്നെ ഇതാക്കണതിനോട് തന്നെ ഫോണ് പിടിച്ച് വീഡിയോ എടുക്കാനാണല്ലോ. എമ്മി പോലൊക്കെ പിന്നെ ഓതും ഇതൊക്കെ ആണ് കേട്ടോ. പിന്നെ ഇല്ലെങ്കിലും ഇമ്മാനെ എടുക്കാനാക്കാം. അപ്പം ഉമ്മയില്ല. അപ്പം ഇനി ഇതൊക്കെ ഇട്ടാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ. നമ്മളെ മിക്സൊക്കെ ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചത്. അതേപോലെ അത് ആ മൈദ എടുത്താണെന്ന് അതേ ഗ്ലാസ്സിൽ കുറച്ചൊരു നിറച്ചു കൊടുക്കാതെ കുറച്ചിട്ട് പഞ്ചസാര എടുത്തിട്ട് അത് ഇനി ഒന്ന് പൊടിച്ചെടുക്കണം നമുക്ക്. അതേപോലെ 4 മുട്ട എടുക്കണം കേട്ടോ. മുട്ട ബീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇവളും കൂടിയിരിക്കണം കേട്ടോ. എൻ്റെ ഒപ്പം പണിക്ക് ഐസമ്മോ എന്നിട്ട് എല്ലാത്തിനും ഓളും കണ്ടില്ല.
എന്നിട്ട് അത് ഇനി കുറച്ച് നമുക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ട് എന്നിട്ട് വേണം കേട്ടോ ബാക്കി അടിച്ചാൽ. പഞ്ചസാരയൊക്കെ ഞാൻ പൊടിച്ച് വെച്ചാണ് ഐസമോളെ. അപ്പം ഇനി അത് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. എല്ലാം എൻ്റെ കേക്കും ഉണ്ടാവില്ല, ഐസമോ ഒക്കെ രാസാക്കും. അപ്പം ഇനി സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. മുട്ടയൊക്കെ അടിച്ച് നല്ലോണം പൊങ്ങിയൊക്കെ വന്ന് ഇനി നമുക്ക് ഇതൊക്കെ പഞ്ചസാര പൊടിച്ചത് ഇട്ടാണ്ട് അടിച്ചിട്ടോ. ഇനി നമുക്ക് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അത് ഒഴിച്ചിട്ട് പിന്നെ അധികം അങ്ങനെ അടിക്കൂല, ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുള്ളൂ കേട്ടോ. പിന്നെ അതും കൂടി ഒഴിക്കട്ടെ. മാവൊക്കെ സെറ്റാണ് കേട്ടോ. മാവല്ല നമ്മളെ കേക്കിൻ്റെ ബാറ്റർ ഒക്കെ നല്ല അടിപൊളിയായി വന്നത്. ഇപ്പം ഞാൻ ചുട്ടെടുക്കണത് തീയിലാട്ടോ, വെളിച്ചലായിട്ട് കാണുന്നില്ലല്ലേ. ഞാൻ ചുട്ടെടുക്കണ തീയിലാണ്, കാരണം ഇന്ത്യയിൽ 2 കേക്ക് ട്രാക്ക് ഉണ്ടായിനി. അന്ന് ഇടയ്ക്കിടയ്ക്ക് കേക്കും ഉണ്ടാക്കലുണ്ടല്ലോ. അതിലൊക്കെ ഇപ്പം ഉമ്മാൻ്റെ സാധനങ്ങളൊക്കെ ഇട്ടക്കലൊടുങ്ങിക്കണ്. അപ്പം ഇനി തീയിലുണ്ടാക്കാൻ വിചാരിച്ചാണ് കേക്ക് കേട്ടോ. അപ്പം ഇനി ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെ. കേക്കൊക്കെ ഇതാ നല്ലോണം പൊങ്ങി വന്നു കേട്ടോ. നല്ല സോഫ്റ്റൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ തീ ഓഫാക്കിയിട്ടുള്ളൂ കേട്ടോ. അത് കുറച്ച് പൊടി ഇട്ട് കൊടുത്തതാട്ടോ, അതിൽ ഒട്ടി പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ട്. ഒട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം ഇനി കേക്ക് സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും എൻ്റെ ഇല്ല കേട്ടോ. അതായത് നമ്മൾ ക്രീം ഇങ്ങനെ തേച്ച് കൊടുക്കൂലേ, അതൊന്നും ഞാൻ എൻ്റെ ടീസ്പൂണോ അതോ എന്തോ ഇത് വെച്ചാണ്ടൊക്കെ തേച്ച് പിടിപ്പിക്കണം. അങ്ങനെ അതാ പിന്നെ ഞാൻ കേക്കൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഐസമോൾ ഉറങ്ങിട്ടോ, വെളിച്ചം തീരെ ഇല്ല കേട്ടോ. അപ്പോൾ ഐസമോൾ ഉറങ്ങിയിരിക്കണം. അപ്പോൾ ഉറങ്ങിയാരെയാണ് പിന്നെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യണത്. അപ്പോൾ ഇത് ചോക്ലേറ്റ് ഇട്ടോ, അത് അതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് വിപ്പിംഗ് ക്രീമൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചാണ്. ഇപ്പം ഇനി ഇതൊന്ന് സെറ്റാക്കി എടുക്കട്ടെ. എൻ്റെ അടുത്ത് ഞാൻ ഇതോട്ടൊക്കെ കേട്ടോ ഇനി ഇത് ലെവലാക്കാൻ പോകും. അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നൊക്കെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഫൈനലി എൻ്റെ കേക്ക് റെഡിയായി. ഇത് സിമ്പിളായിട്ട് അതിന് മുകളിൽ കൂടെ ചോക്ലേറ്റ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തതാട്ടോ. നമുക്ക് എന്താണല്ലേ, പിന്നെ പൂക്കളൊന്നും വരക്കാനുള്ള സാധനങ്ങളൊന്നും എൻ്റെ ഇല്ല. പക്ഷെ ഞാൻ ഉണ്ടാക്കലുണ്ട്, ഇങ്ങോട്ട് കവറിലൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യലുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ച് ഇങ്ങനെ ഒരു ഡിസൈനായി നിൽക്കട്ടെരുത് അങ്ങനെ അങ്ങോട്ട് ഒഴിച്ച്. അപ്പോൾ ആ കേക്ക് റെഡിയായി. നമുക്ക് ഫ്രിഡ്ജിക്ക് വെച്ച് കിടന്നുറങ്ങാം. രാവിലെ എടുത്തിട്ട് തിന്നാട്ടോ. കണ്ടില്ലേ, നമുക്ക് ഫ്രിഡ്ജ് വെച്ച് ഉറങ്ങാം. അതെൻ്റെ കേക്കൊക്കെ സെറ്റ് ആയിന് കേട്ടോ. നേരെ പോലത്ത് നോക്കുമ്പോൾ കേക്കൊക്കെ നല്ല ഉഷാറായിക്കണ്. പക്ഷേ നമ്മൾ ഐസമ്മ് കണ്ടു കേട്ടോ. കണ്ടതിനോട് ഇനി പോക്ക് വേണോ അറിഞ്ഞോളൂ രാവിലെ തന്നെ തുടങ്ങിയേക്കണം. എന്നിട്ട് ഞാൻ തണുപ്പായില്ല അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെച്ചതേനി. അപ്പോൾ വിചാരിച്ച് ഇനിയിപ്പോൾ കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഡ്രീം കേക്കും കൂടി ഉണ്ടാക്കിനി കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ ഡ്രീം കേക്ക് ഉണ്ടാക്കി വെച്ചത്. ഇത് നമ്മളെ കേക്കും മറ്റേ കേക്കും. അപ്പം ഇനി ഇത് കൊടുക്കട്ടെ കേട്ടോ. ഇതും രസമില്ല, ഐസമ്മ് തൊട്ട് ചോക്കുണ്ട് അടിക്ക് താവ്. അതാട്ടോ നല്ല സെറ്റായി വന്നത്. ഉണ്ടോ ഉണ്ടാക്കിയ കേക്ക് ആനിവേഴ്സറി ഇന്നലെ കേട്ടോ. ഇന്നാണ് നമ്മൾ കേക്ക് മുറിക്കണത്. ഇന്നലെ രാത്രിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കേക്ക് ഉണ്ടാക്കി നമ്മളതിനെ മുറിച്ച് നമ്മളതിനെ തിന്നാൻ പോവാണ്. വാപ്പക്ക് പോവാനായിട്ട്. വാപ്പ ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ വാപ്പ പോകും. അപ്പോൾ അതിന് മുന്നേ തന്നെ മുറിച്ച് തിന്നാന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ കേക്ക് മുറിച്ച് തിന്നാൻ പോകട്ടെ. അപ്പോൾ തിന്നിട്ട് ഇനി എങ്ങനെ ഉണ്ട് ടേസ്റ്റും കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഡ്രീം കേക്ക് നമ്മൾ തിന്നു, ടേസ്റ്റ് നോക്കി അടിപൊളിയായിട്ടോ, ഒന്നും പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി മറ്റേ കേക്കും ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും നമുക്ക് കേക്ക് തിന്നോക്കാം. മുറിച്ചോ മുറിച്ചൂടെ? അങ്ങനെ മുറിച്ചു അങ്ങനെ എടുത്തോ. കിട്ടി കയ്യു. ഇപ്പൊ ഒക്കെ മുറിച്ചെടുപ്പാക്കോ കേട്ടോ. നമ്മളെ കേക്കിന്റെ ഉൾവശം കേക്കൊക്കെ നല്ല സെറ്റായി വന്നത്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഐസമ്മ പിന്നെ അവിടെ തോണ്ടല്ല ഐസ അടിപൊളിയൊക്കെ തോണ്ട് കേട്ടോ. അടിപൊളിയൊക്കെ ഓള് തോണ്ടുണ്ട് കേട്ടോ. അപ്പൊ കേക്കൊക്കെ അടിപൊളിയായി സെറ്റായി അല്ലേ? ടേസ്റ്റ് ഉണ്ടോ? കുറച്ച് ദിവസങ്ങൾക്കൊക്കെ ശേഷം ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.
പിന്നെ എന്താ നിങ്ങളെ വിശേഷമൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കുഴപ്പമൊന്നുമില്ല, സുഖമാണ്. അപ്പോൾ എൻ്റെ 4ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. സാധാരണ ആരും അങ്ങനെ ചിലവിലൊക്കെ ആഘോഷിക്കൂട്ടോ, ചിലവിലങ്ങനെ ആഘോഷിക്കൊന്നുമില്ലല്ലോ. ഓർമ്മ തന്നെ ഉണ്ടാവില്ല ചിലപ്പോൾ എന്നാണെന്നൊന്നും. ഇതിപ്പോൾ ആ പുതുമോടിയിലാകുമ്പോൾ ഇങ്ങനെ ഓർമ്മ ഉണ്ടാവും. കുറച്ചിങ്ങനെ കഴിഞ്ഞ് പോകുമ്പോൾ പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളെ പിന്നെ ഗിഫ്റ്റൊന്നും വാങ്ങിയിട്ടും കൊടുത്തിട്ടൊന്നുമില്ല, അങ്ങോട്ടുമില്ല ഇന്ത്യയിലൊന്നുമില്ല, വാങ്ങി കൊടുക്കാനൊന്നും ഇല്ലാത്തതിനോടെ ഞാനൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൊടുത്തീന് കേട്ടോ. ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കും. അപ്പോൾ പ്രാവശ്യം ഞാൻ ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ 4ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയണ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. എന്നാ ഞാൻ വരുന്നതെന്ന് അറിയൂല. അപ്പം കേക്കൊക്കെ എങ്ങനെ ഉണ്ട് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ഇടേണ്ടി. കേക്കൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ തന്നെ തിന്നു. പിന്നെ വാപ്പച്ചി വന്നപ്പം പിന്നെ രാവിലെ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ. വാപ്പച്ചി ഐസമോളൊക്കെ കുടിക്കാൻ കേക്കൊക്കെ കട്ട് ചെയ്ത് തിന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായി കേട്ടോ. ഞാൻ വിചാരിച്ചു ടേസ്റ്റ് ഉണ്ടാവും ആവോ, അപ്പോൾ കുറേ ആയാലും ഉണ്ടാക്കിയിട്ട്, അപ്പം ഞാൻ എങ്ങനെയാണെന്ന് അറിയില്ല എന്നൊക്കെ അങ്ങ് വിചാരിച്ചിനി. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ തിന്നു നോക്കുമ്പോൾ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഇതൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരണ്ട്. ടാറ്റാ ബൈ ബൈ.